ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിൻ പറയാണ്, ഇസബെല്ല, ചന്ദ്രത്ത് വീട്ടുകാർക്ക് നന്ദനെ കാണാതായതിനു പിന്നിൽ യാതൊരു അറിവുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ അപ്പോൾ അങ്ങനെ പറഞ്ഞത്? കെവിൻ പറയാണ്, അത് പിന്നെ ഞാൻ അവിടെ ചെന്ന് ഇതുപോലെ പറഞ്ഞ സമയത്ത് പ്രഭയുടെ മുഖത്ത് കണ്ട ഞെട്ടലും അതുപോലെ സങ്കടങ്ങളൊക്കെ വെച്ച് വായിച്ചു നോക്കുമ്പോൾ അവർക്കാർക്കും അറിവില്ല. ഒരുപക്ഷെ പ്രഭയ്ക്ക് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ലെങ്കിലോ? ബാക്കി എല്ലാവരും ഒരു പ്ലാനിങ്ങിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലോ? ഇത് കേട്ട് ഇസബെല്ല മറുപടിയായി പറയാണ്, എന്തായാലും കാര്യങ്ങൾ 2 ദിവസത്തിനകം അറിയാൻ സാധിക്കുമല്ലേ? കെവിൻ പറയാണ്, സാധിക്കും. അല്ല, ഇനിയിപ്പോ ഇത് പ്രശ്നമാവുമോ? ഇസബെല്ല, എന്ത് പ്രശ്നമാടാ? എന്തായാലും എൻ്റെ പാപ്പനാണ് ഈ ഒരു കാര്യം അന്വേഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിന്നോട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും. നീ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക. മധുരയിൽ വെച്ച് നിന്റെ ഫ്രണ്ട് നന്ദനെ കണ്ടു എന്ന് തന്നെ വേണം നീ ഉറപ്പിച്ചു പറയാൻ, കേട്ടല്ലോ? കെവിൻ പറയുന്നു, ആ ശരി. ഇസബെല്ല പറയാണ്, പിന്നെ ദേവികയും സിദ്ധാർത്ഥനും എല്ലാവരും ചേർന്ന് കളിക്കുന്ന നാടകമാണെങ്കിൽ ഈ പറയുന്നത് പോലെ 2 ദിവസത്തിനകം നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും വലിയൊരു നാടകത്തിന്റെ കർട്ടൻ വീഴാൻ പോവുകയാണ്. ദേവികയും മുരളിയും. ദേവിക പറയാണ്, എത്രയും പെട്ടെന്ന് നെടുമങ്ങാട് എത്തണം. മുരളിയേട്ടാ, പെട്ടെന്ന് വണ്ടി വിട്. ഇത് കേട്ട് മുരളി പറയാണ്, എന്താ കാര്യം എന്നങ്ങനെ പറയ് ദേവി. ദേവിക പറയാണ്, അതിനൊന്നും സമയമില്ല മുരളിയേട്ടാ, പെട്ടെന്ന് വണ്ടി വിട്. ഇത് കേട്ട് മുരളി പറയാണ്, എങ്കിൽ ശരി, ഞാൻ എല്ലാ സ്പീഡും എടുത്ത് വിടാൻ പോവുകയാണ്. അരുന്ധതി, CP, ഋഷി എന്നിവരുടെ സംസാരമാണ്. അരുന്ധതി പറയാണ്, CP, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഋഷിയെ വിളിക്കാം. ഋഷി എന്താ അമ്മേ? അരുന്ധതി, രണ്ടാളോടും കൂടിയിട്ട് പറയാം. ഋഷി ഇനി ഇവിടെ നിൽക്കുന്നില്ല. ദുബായിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. CP എത്രയും പെട്ടെന്ന് അത് ഋഷിക്ക് എത്തിച്ചു കൊടുക്കണം. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്നും വണ്ടി കയറണം. ബാക്കിയെല്ലാം ഞാൻ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കേട്ട് ഋഷി മറുപടിയായി പറയാണ്, ഞാൻ എന്തായാലും എവിടേക്കും ഫ്ലൈറ്റ് കയറാൻ പോകുന്നില്ല. ഈ പറയുന്നത് പോലെ ഈ ടൗൺ പോലും വിട്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അമ്മേ. എൻ്റെ കണക്കുകൂട്ടലുകൾ ശരിയായ രീതിക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പേടിച്ചോടാൻ തയ്യാറല്ല. ഇത് കേട്ട് അരുന്ധതി പറയാണ്, ദേവിക ഇനിയിപ്പോൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എന്നാലും ഋഷി ചിന്തിച്ചാൽ അതിൽ ഒരുപക്ഷെ സത്യമുണ്ടെങ്കിലോ? നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോണം. CP ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്ക്. CP പറയാണ്, ആ എങ്കിലേ ദുബായ് ആക്കണ്ട, UK മറ്റോ പല രാജ്യങ്ങളും ഉണ്ടല്ലോ, അവിടെയൊക്കെ അങ്ങ് എടുത്തോ. ആ എങ്കിൽ പിന്നെ അങ്ങനെ ഒന്ന് കറങ്ങിയടിച്ചിട്ട് വാ നീ. ഇത് കേട്ട ഋഷി പറയാണ്, ശരി, എന്തായാലും CP അങ്കിളിന് വയസ്സാം കാലത്ത് ഒരുപാട് കൺട്രീസിൽ പോയി കറങ്ങിയടിച്ചിട്ട് വരാനുള്ള ഭാഗ്യമാണ്, മിസ്സാക്കണ്ട. അരുന്ധതി പറയാണ്, എന്താ ഋഷി, നീ എന്നെ കളിയാക്കുകയാണോ? ഋഷി, അമ്മേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല. അങ്ങനെ നന്ദൻ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആളൊന്നല്ല ഞാൻ. അവൻ ഇങ്ങോട്ട് വരട്ടെ, എന്നെ വകവരുത്താനായിട്ട് എല്ലാവരും ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ പെട്ടുപോകാതെ അമ്മ അങ്ങനെ പേടിക്കാതെ ഇരിക്ക്. ഇത് കേട്ട് അരുന്ധതി പറയാണ്, എങ്കിലേ CP ഒരു കാര്യം ചെയ്, ആ നന്ദനെ വിളിക്ക്, എല്ലാത്തിനെയും വന്ന് കൊന്നിട്ട് പോകാൻ പറയും. ഇത് കേട്ട് ഋഷി മറുപടിയായി പറയാണ്, അമ്മേ, സെന്റിമെന്റ്സ് കാണിച്ച് എന്നെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ പ്ലാനിങ്ങിൽ നിന്നും എന്നെ പെന്തിരിപ്പിക്കാനോ അമ്മ നോക്കണ്ട. അതിന് ഈ ഋഷിയെ കിട്ടില്ല. അരുന്ധതി, ഋഷി, ഞാൻ അവസാനമായിട്ട് പറയാം, മര്യാദയ്ക്ക് നീ പോയിക്കോ. ഋഷി, ഇല്ലമ്മേ, പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല. പ്രഭാവതി, രജനി, ഗിരി എന്നിവർ ഫോണിൽ സംസാരിക്കുകയാണ്. പ്രഭാവതി ഫോണിൽ പറയാണ്, മോളെ, ഇവർക്കാർക്കും യാതൊരുവിധ ചൂടുമില്ല. അതുകൊണ്ട് തന്നെ ഗിരീഷിനോടൊന്ന് പറയും, നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും. നമുക്ക് മധുരയിലേക്ക് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇത് കേട്ട രജനി പറയാണ്, അമ്മേ, അവൻ ഇനിയിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക? അറിയില്ല മോളെ, ആത്മഹത്യക്കുറിപ്പ് പോലുള്ള ഓരോന്ന് എഴുതി വെച്ചിട്ടാണല്ലോ പോയിരിക്കുന്നത്. ശരി, അമ്മ വെക്ക്, എനിക്കിതൊന്നും കേട്ട് സഹിക്കാൻ കഴിയുന്നില്ല. രജനി ഗിരിയോടായി പറയാണ്, ഗിരീഷ്, നീ എങ്ങോട്ട് പോകുന്നേ? അമ്മ വിളിച്ചിരുന്നു. ഗിരി, എന്താ, എന്തുപറ്റി? എന്തിനാ മേഡം വിളിച്ചത്? പ്രഭാവതി പറയാണ്, അത് നന്ദനെ ആ കെവിൻ്റെ ഫ്രണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടു എന്ന്. ഗിരി, എന്ത്, മധുര മീനാക്ഷി ക്ഷേത്രത്തിലോ? നന്ദൻ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? പ്രഭാവതി പറയാണ്, അറിയില്ല ഗിരി, ഇനിയെങ്കിൽ ഇപ്പോൾ
അവൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയതായിരിക്കുമോ? ഭാർഗവിയും ശാരിയും MLAയുടെ വീട്ടിലാണ്. ഭാർഗവി പറയാണ്, എവിടെ MLA? നന്ദമോനെ മധുരയിൽ വെച്ച് കണ്ടത്രേ, എന്നിട്ട് അവൾക്കൊരു ചൂടുമില്ല. MLA അവൾ എപ്പോഴായത്? ശാരി പറയുകയാണ്, ആൻറ്റിക്ക് ഇപ്പോൾ എന്താ വേണ്ടേ? ഇത് കേട്ട് ഭാർഗവി പറയാണ്, ദേ നീ മിണ്ടിപ്പോകരുത്, നിന്നെ ഞാൻ ഊങ്ങി വെച്ചിരിക്കുകയാണ്. ശാരി പറയാണ്, ആൻറ്റിക്കിപ്പോൾ എന്താ, എന്നെ തല്ലണോ? എങ്കിലേ ആൻറ്റി തല്ലിക്കോ, ഞാൻ കൊള്ളും. കാരണം ആൻറ്റി എനിക്ക് എൻ്റെ സ്വന്തം ആൻറ്റിയെ പോലെയാണ്. ഭാർഗവി പറയാണ്, ദേ രാധികയെ ഇവള് വായ കുറച്ച് അടക്കി വെക്കാനായിട്ട് പറയും. എന്താ ഭാർഗവി, എന്താ പ്രശ്നം? ഭാർഗവി, നന്ദമോനെ മധുരയിൽ വെച്ച് കണ്ടെന്നാ പറയുന്നേ. ഇപ്പോൾ കണ്ടില്ലേ, അവൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്? പ്രഭുക്കുഞ്ഞ് ആകെ സങ്കടത്തിലാണ്. ഇവിടെ മറ്റാർക്കും സങ്കടമില്ല, സിദ്ധാർത്ഥനും ചന്ദ്രമതിയും. സിദ്ധാർത്ഥ പറയാണ്, ആഹാ, ചന്ദ്രമതിയോ? ചന്ദ്രമതി, സിദ്ധു പ്രഭ എന്നെ വിളിച്ചിരുന്നു, എന്താ കാര്യം? സിദ്ധാർത്ഥ, എന്താണെന്ന് അകത്തു പോയി ചോദിക്ക്. അവൾ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും. ചന്ദ്രമതി, എവിടെയൊക്കെയോ വെച്ച് നന്ദനെ കണ്ടെന്നാ പറയുന്നത്. ചന്ദ്രമതി, ആ കെവിൻ വന്നിരുന്നു. അവൻ പറയുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ വെച്ച് നന്ദനെ കണ്ടെന്നും നന്ദൻ അങ്ങോട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് എന്നുമാ പ്രഭാവതി പറയുന്നത്. ഇത് കേട്ട സിദ്ധാർത്ഥ് പറയാണ്, എന്തായാലും താൻ കയറി ചെന്ന് കാണ്, ഭ്രാന്ത് പോലെയാണ് പെരുമാറുന്നത്. പ്രഭാവതി, ചന്ദ്രമതി, സിദ്ധാർത്ഥ് പറയാണ്, എന്താ ഈ ചന്ദ്രമതി? ചന്ദ്രമതി, അത് പ്രഭ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് പറയാണ്, എങ്ങോട്ട് പോകാൻ? പ്രഭാവതി, ഞാൻ DGPയെ കാണാനായിട്ട് പോവുകയാണ്. ഇത് കേട്ട സിദ്ധാർത്ഥ് പറയാണ്, എന്തിനാ നീ ഇപ്പോൾ DGPയെ കാണാനായിട്ട് പോകുന്നേ? പ്രഭാവതി, പിന്നെ ഞങ്ങളെല്ലാവരും പറയുന്നത് നന്ദൻ പടിക്കലെത്തി, ഗേറ്റിലെത്തി, ഇതാ ഇപ്പോൾ വരും, ഇപ്പോൾ കയറും, അവനൊരു കുഴപ്പവുമില്ല എന്നൊക്കെ. ദേ അവൻ്റെ ഒരു ഭാര്യ MLA ആണ്, അച്ഛനാവട്ടെ മുൻ MLA, അതിലുപരി ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ. എന്നിട്ടിപ്പോൾ എന്താ, എൻ്റെ മോനെ കാണാതായിട്ട് ദിവസങ്ങളായി, ആർക്കും ഒരു ചൂടുമില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് പരക്കം പാഞ്ഞ് നടക്കുന്നു. അതിനേക്കാൾ ഉപരി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ചന്ദ്രമതി വന്നതുകൊണ്ട് അവളോട് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനത്തിലെത്താനായിട്ട് കഴിഞ്ഞു. ഇനിയൊന്നും നോക്കുന്നില്ല. ഈ പ്രഭാവതി കച്ച കെട്ടിറങ്ങാൻ പോവുകയാണ്. ഓരോ മുടന്തൻ ന്യായങ്ങളും പറഞ്ഞ് എന്നെ തടയാൻ നോക്കണ്ട. സിദ്ധാർത്ഥ് പറയാണ്, പ്രഭേ നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ചന്ദ്രമതി, നീയെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ചന്ദ്രമതി പറയാണ്, സിദ്ധു, ഇത്ര നേരം ഞാൻ പ്രഭാവതി പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു സിദ്ധാർത്ഥിനും മറ്റാർക്കും നന്ദനായ കാണാത്തതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. എന്താ അതിനു പുറകിൽ? എന്തായാലും ഞങ്ങൾ DGPയെ കാണാൻ തീരുമാനിച്ചു. നിങ്ങൾക്കാർക്കും നന്ദനെ ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത് കേട്ട് സിദ്ധാർത്ഥ പറയാണ്, അയ്യോ ചന്ദ്രമതി, പ്രഭാവതി ഒന്ന് നിൽക്ക്, പറയുന്നതൊന്ന് കേൾക്ക്, ഒരു 5 മിനിറ്റെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ഇത് കേട്ട് പ്രഭാവതി പറയാണ്, 5 മിനിറ്റ് പോയിട്ട് 5 സെക്കൻഡ് പോലും ഇനി കേൾക്കില്ല. ഇത്രയും നാൾ കേട്ടിരുന്നു. ഇനി രാഹുകാലം നോക്കിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതുണ്ടോ? ഇത് കേട്ട് സിദ്ധാർത്ഥ മറുപടിയായി പറയാണ്, എൻ്റെ പൊന്നു പ്രഭാവതി, നീയൊന്ന് നിൽക്ക്, വീഡിയോ കോൾ രംഗം. പ്രഭാവതി, ദേ ആ MLA വിളിക്കുന്നുണ്ട്, അതും വീഡിയോ കോൾ. ഇവിടെ നിന്നും ചാരന്മാർ അറിയിച്ചിട്ടുണ്ടാകും ഞാൻ ഇങ്ങനെ ഇറങ്ങാൻ പോകുന്ന കാര്യം. അങ്ങനെ ഞാൻ എടുക്കുന്നില്ല. ഇത് കേട്ട ചന്ദ്രമതി പറയാണ്, ഏയ് പ്രഭേ, ഫോൺ എടുക്ക്. പ്രഭാവതി, ഇല്ല ചന്ദ്രമതി, എനിക്ക് വയ്യ തടയാൻ വേണ്ടി തന്നെയാണ് വിളിക്കുന്നത്. ചന്ദ്രമതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പ്രഭേ, ഇത് നോക്ക്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.